പാലേരി മാണിക്ക് ഒരു പാതിരാക്കലം ചീരു എന്ന കഥാപാത്രത്തിൻ്റെ പേര് ഒരു ഗംഭീര സിനിമ. അതും മമ്മൂക്കയുടെ ട്രിപ്പിൾ റോളാണ് അതിനകത്ത് അല്ലേ, 3 വേഷം. അപ്പോൾ അതിൽ ചീരുവിനെ കണ്ടെത്തിയാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ, അതെന്താ അതിലേക്കൊരു വരവും അതിൻ്റെ ഒരു സൗഭാഗ്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ റോക്ക് ആൻഡ് റോൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് ഫുൾ ടോം ബോയ് ടൈപ്പ് ഓഫ് റോളാണ്. കഴിഞ്ഞ് ഞാൻ ബോംബെ പോയി. ഒരു ദിവസം രഞ്ജിത്തേട്ട എന്നെ വിളിച്ചു, ഹലോ ശ്വേത, അവന് എന്തേ രഞ്ജിത്തേട്ടാ ഒരു നല്ലൊരു റോള്, ഒരു ചീരു പറഞ്ഞിങ്ങനെ, അത് ഇങ്ങനെ യങ് ടു ഓൾഡാണ്, ചെയ്യൂല, ചെയ്യാൻ താല്പര്യം എല്ലടാ. ആ റോള് കണ്ണടച്ചപ്പോൾ എനിക്ക് എൻ്റെ മുഖമായിരുന്നു. ഞാൻ ചെയ്യൂല, ഒരു കാരണവശാലും ചെയ്യില്ല അങ്ങനത്തെ ഒന്നും റോൾസ് ഒന്നും എനിക്ക്. ബിക്കോസ് ഞാൻ ആ ബോളിവുഡ് സ്റ്റൈലിലാണ് ഇപ്പോഴും, ആ ടോം ബോയ്. നമ്മളൊരു ആക്ട്രസ് ആവാനല്ല, ഐ വാസ് എൻജോയിങ് ആൻഡ് ഓൾ. അപ്പോൾ അപ്പോഴും ഗ്ലാമർ വേഷം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു ഞാനൊന്ന് സ്ക്രിപ്റ്റ് എഴുതട്ടെ, 1 മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ഒരു ഫുൾ മാസം കഴിഞ്ഞിട്ട് എന്നെ മൂപ്പര് വീണ്ടും വിളിച്ചു, ചിരു നീ തന്നെയാണ് എൻ്റെ ചിരു. അത് കഴിഞ്ഞ് ഞാൻ നോ പറഞ്ഞിട്ടില്ല. ബിക്കോസ് അതൊരാളുടെ ഒരു റൈറ്ററിൻ്റെ കൺവിക്ഷനാണ്. അത് ഒരു കാരണവശാലും എനിക്ക് എന്ത് ട്രൈ ചെയ്താലും എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ രഞ്ജിത്തേട്ടനോട് ഒരേ കാര്യം പറഞ്ഞത്, രഞ്ജിത്തേട്ടൻ എന്നെ ദേഷ്യപ്പെടുമൊന്നുമില്ലല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടുമല്ലോ, ദേഷ്യപ്പെടുമൊന്നുമില്ലല്ലോ, എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തോട്ടെ. ആ പടം ഐ തിങ്ക് മൂപ്പരെന്നെ നമ്മൾ അറിയോ അറിയാതെ ചീരുവാക്കി മാറ്റിയതാണ്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ